അപ്പോൾ സ്വന്തം പുത്രനാണെങ്കിൽ പോലും ഇത്ര വലിയ ദുഷ്ടത്തരം അല്ലെ, ലോകത്തിന് ഉപദ്രവമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം മാതാപിതാക്കന്മാർ എന്ന് കാണിക്കുകയാണ്. എന്തായാലും അങ്ങനെ ആ സത്യഭാമയുടെ അനുവാദത്തോടു കൂടി ഭഗവാൻ ഈ നരകാസുരനെ ചക്രായുധം കൊണ്ട് വധിക്കുകയാണ്. അതിനുശേഷം ഈ കന്യകമാരെയൊക്കെ അവിടെ മോചിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഭൂമിദേവി വന്ന് സ്തുതിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 81ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ദശകത്തെ ഭഗവാന്റെ കാൽക്കൽ ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും ഭക്തജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ സീമന്തകോപാഖ്യാനം എന്ന് പറയുന്ന കഥയാണ് പറഞ്ഞത്. ഈ കഥയിലൂടെ കഥയുടെ ആ സംഭവ വികാസങ്ങളിലൂടെ ഭഗവാൻ തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പത്നിയെ സ്വീകരിച്ച കാര്യമാണ് പറഞ്ഞത്. ഭഗവാന് പ്രധാനമായിട്ട് 8 മഹിഷിമാർ, 8 പത്നിമാർ, അതുകൂടാണ്ട് നരകാസുരവധം കഴിഞ്ഞ് 16,100 പത്നിമാരും കൂടി എന്നാണ് പറയുക. ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങനെയാണെന്നാണ് പറയുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള 8 പേര്, ആ 8 പേരിൽ 3 പേര് രുക്മിണി, ജാമ്പവതി, സത്യഭാമ, ഇവർ 3 പേരെയും വരിച്ച കഥ നമ്മൾ പറഞ്ഞു. ഈ ദശകത്തിൽ മറ്റുള്ള 5 പത്നിമാർ അല്ലെ, 5 പത്നിമാരും കൂടി ഉണ്ട് 8 മഹിഷിമാരിൽ. ആ 5 പേരെ സ്വീകരിച്ച കഥകൾ വിസ്തരിക്കുകയാണ്. അതേപോലെ തന്നെ 2 പ്രധാനമായിട്ടുള്ള കഥകളും കൂടി പറയണത് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് പാഞ്ചാലിയെ അർജുനൻ സ്വീകരിക്കുന്നതും അതേപോലെ സുഭദ്രാഹരണം, ഇങ്ങനെ 2 കഥകളും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നരകാസുരനെ വധിച്ചിട്ട് ആ മറ്റുള്ള പത്നിമാരെ, ആ 16 സഹസ്രത്തോളമുള്ള ആ പത്നിമാരെ സ്വീകരിച്ചത്. ഇങ്ങനെയാണ് ഈ ദശകത്തിൽ പറയുന്ന കഥകൾ. അപ്പോൾ അനേകം കഥകളുണ്ട്. ഈ ഒരു ചെറിയ ദശകത്തിൽ അത് ചുരുക്കിയിട്ടുണ്ട് എന്നർത്ഥം. എന്തായാലും കഥയിലേക്ക് കടക്കാം. നമുക്ക് ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ കേട്ടോ, കാരണം വല്ലാണ്ട് വിസ്തരിക്കുന്നില്ല. മേൽപ്പത്തൂരും അങ്ങനെ തന്നെയാണ്. ഭാഗവതത്തിൽ അത് പറയുമ്പോൾ അതിൻ്റെ ആഴ്ന്ന് ചെന്നിട്ട് അതിൻ്റെ തത്വമൊക്കെ പറഞ്ഞിട്ടാണ് പറയാറ്. ഇവിടെ കുറേ കഥകൾ കുറച്ച് സമയത്തിനുള്ളിൽ പറയാനുള്ളത് കാരണം നമുക്കൊന്ന് ചെറുതായി കണ്ണോടിക്കാമെന്ന് മാത്രം. എന്തായാലും സത്യഭാമാദേവിയെ ഭഗവാൻ സ്വീകരിച്ചു. ഭൂമിദേവിയുടെ തന്നെ അവതാരമാണ് സത്യഭാമ എന്നാണ് പറയുക. അങ്ങനെ സത്യഭാമയോടുകൂടി സന്തോഷമായിട്ട് ഭഗവാൻ കഴിയണ ആ സമയത്ത് ഭഗവാൻ ആ പാണ്ഡവന്മാരെ അനുഗ്രഹിക്കാൻ എന്നുള്ള മട്ടിൽ അവർക്ക് ഭഗവാന്റെ കൂടെ നിൽക്കുക, ഭഗവാന്റെ ആ സാന്നിധ്യത്തിൽ നിൽക്കുക എന്നുള്ളത് വളരെയധികം പ്രീതിയുള്ള കാര്യമാണ്. അതിപ്പോൾ എല്ലാ ഭക്തന്മാർക്കും അങ്ങനെ തന്നെയല്ലേ. ഭഗവാന്റെ ആ ഒരു ആരാധന, ഭഗവാനെ ശുശ്രൂഷിക്കുക, ഭഗവാനെ സേവിക്കുക, ഭഗവത് ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന, ശാന്തി പ്രദാനം ചെയ്യുന്നതായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ പ്രത്യക്ഷത്തിലെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. മാത്രമല്ല കൃഷ്ണൻ ബന്ധുവാണ്.
കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവരുടെ പുത്രനാണ് ഭഗവാൻ. അപ്പോൾ അച്ഛൻ പെങ്ങളാണ് കുന്തിദേവി. ആ കുന്തിദേവിയുടെ അടുത്ത്, പാണ്ഡവന്മാരുടെ അടുത്ത് ഹസ്തിനാപുരിയിൽ ചെന്ന് നിന്നു. അങ്ങനെ ആ സമയത്താണ് പാഞ്ചാലി സ്വയംവരം ഉണ്ടായത്. അവിടെ പാഞ്ചാലി ദേവിയെ, അവിടെ കൃഷ്ണ എന്നറിയപ്പെടുന്ന ഈ പാഞ്ചാലി ദേവി ദ്രുപദ രാജാവിൻ്റെ പുത്രിയായിരുന്നു. അതിഗംഭീരമായിട്ട് ഒരു സ്വയംവരം ദ്രുപദ മഹാരാജാവ് സംഘടിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആഗ്രഹം തൻ്റെ പുത്രിയെ അർജുനന് കൊടുക്കണം എന്നാണ്. പണ്ട് ആ ദ്രോണൻ അല്ലെ, ദ്രുപദ മഹാരാജാവും ഗുരു ദ്രോണരും അവർ രണ്ടുപേരും സതീർത്ഥ്യന്മാരായിരുന്നു. ഒരേ ഗുരുകുലത്തിലെ വിദ്യ അഭ്യസിച്ച ആൾക്കാരാണ്. അവർ തമ്മിൽ ആദ്യം മൈത്രിയായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ദാരിദ്ര്യം അനുഭവിച്ച് കഴിയുന്ന ദ്രോണര് രാജാവായ ദ്രുപദന്റെ അടുക്കല് ഒന്ന് പഴയ ആ ഒരു സൗഹൃദം ഒന്ന് പുതുക്കാമെന്ന് കരുതിയിട്ട്, ഒന്ന് അദ്ദേഹത്തിനെ പോയി കാണാമെന്ന് കരുതിയിട്ട്, അല്ലാതെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങോട്ട് ചെന്ന സമയത്ത് അധിക്ഷേപിച്ച് വിടുകയാണ് ചെയ്യുന്നത് ദ്രുപദൻ. അത് വളരെയധികം വിഷമമായിട്ട് ഈ ഗുരു ദ്രോണർ അന്ന് തീരുമാനിക്കുകയാണ് ഈ ദ്രുപദനെ ഞാൻ തോൽപ്പിക്കുമെന്ന്. അങ്ങനെയാണ് ഹസ്തിനാപുരിയിലെ കുമാരന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ശിഷ്യന്മാരായി സ്വീകരിക്കുന്നത്. അവരെ ആ യുദ്ധകലയൊക്കെ ഗംഭീരമായി പഠിപ്പിച്ച് അഭ്യസിപ്പിച്ചതിന് ശേഷം ഗുരുദക്ഷിണയായിട്ട് ചോദിക്കുന്നത് ദ്രുപദനെ പരാജയപ്പെടുത്തണമെന്നാണ്. അങ്ങനെ അതനുസരിച്ച് ഈ അർജുനൻ, പാണ്ഡവന്മാർ അവിടെ ചെല്ലണു. അർജുനനാണ് ഈ ദ്രുപദ മഹാരാജാവിനെ കീഴ്പ്പെടുത്തിയിട്ട് ബന്ധനസ്ഥനാക്കി ആ ദ്രോണരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അന്ന് ദ്രോണരോട് വിരോധമുണ്ടായി, തന്നെ തോൽപ്പിച്ചത് കാരണം. അത് കാരണം ദ്രോണനെ വധിക്കാൻ പാകത്തിനൊരു പുത്രൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു ദ്രുപദൻ. അതാണ് ദൃഷ്ടദ്യുമ്നൻ. മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ആ ദ്രോണരെ വധിക്കുന്നത് ഈ ദൃഷ്ടദ്യുമ്നനാണ്. അതേപോലെ തന്നെ വേറൊരു ആഗ്രഹവും കൂടി ഉണ്ടായി. തന്നെ തോൽപ്പിച്ചു അത്രയും വില്ലാളിയായിട്ടുള്ള ഈ അർജുനന് കൊടുക്കാൻ പാകത്തിന് ഒരു പുത്രി തനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നും ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയാണ് ഈ ദ്രൗപദി ഉണ്ടായ സമയത്ത് സ്വയംവരം സംഘടിപ്പിക്കുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മത്സരമാണ് അവിടെ. ഒരു നമുക്ക് കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധമാണ് മഹാഭാരതത്തിലെ ധനുസ് കൊണ്ട് പ്രതിബിംബത്തിനെ നോക്കിയിട്ട് ജലത്തിലുള്ള ആ മത്സ്യത്തിൻ്റെ കണ്ണ് ഭേദിക്കണം, ലക്ഷ്യം ഭേദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. എന്തായാലും വളരെ ദുർഘടമേറിയിട്ടുള്ള ഒരു മത്സരമാണ് സംഘടിപ്പിച്ചത്. അതിൽ രാജാക്കന്മാർക്ക് ആർക്കും ജയിക്കാൻ സാധിക്കണില്ല. അവസാനം ബ്രാഹ്മണ വേഷത്തിലുള്ള അർജുനനാണ് വന്നിട്ട് ഇത് ജയിച്ചിട്ട് ആ കുമാരിയെ സ്വീകരിക്കുന്നത്. പിന്നീട് കുന്തിദേവിയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും സഹോദരന്മാർക്കും കൂടി പങ്കിടൂ താൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ സമയത്താണ് പിന്നീട് 5 പേരുടെയും പത്നിയായിട്ട് വർത്തിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പാഞ്ചാലി സ്വയംവര സന്ദർഭത്തിലും ഭഗവാൻ സത്യഭാമ സമേതനായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദ്രുപദ മഹാരാജാവിനെ അനുഗ്രഹിച്ചും കൊണ്ട്, അതേപോലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമായിട്ടുള്ള അർജുനനെ അനുഗ്രഹിച്ചും കൊണ്ടും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഇന്ദ്രപ്രസ്ഥം എന്നുള്ള ആ ഒരു രാജധാനി അത് ഉണ്ടാക്കാനായി കൊണ്ടും അതേ ഭഗവാന്റെ ആ ഒരു സഹായം ഈ പാണ്ഡവന്മാർക്ക് ഉണ്ടായി. മഹാഭാരതത്തിലാണ് ഈ കഥയൊക്കെ വിസ്തരിച്ച് പറയുക, ഭാഗവതത്തിലൊക്കെ തൊട്ടുപോവുകയുള്ളൂ. നാരായണീയത്തിൽ ഒരു ശ്ലോകത്തിൽ ചുരുക്കിയിട്ടുണ്ട്, അതാണ് ഇത്ര ഓടിച്ചു പറയുന്നത്. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള ആ ഒരു രാജധാനി ആ യുധിഷ്ഠിര മഹാരാജാവിന് അവിടെ നിർമ്മിച്ചു കൊടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹവും സഹായവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം പറയണു സുഭദ്രാഹരണം എന്ന് പറയുന്ന കഥയാണ് പിന്നെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൽ വേറൊരു ഓർഡറിലാണ് ഇത് പോവുക, പക്ഷേ മേൽപ്പത്തൂര് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡറിൽ പറഞ്ഞു പോവാന്ന് മാത്രം. 2ാമത്തെ ശ്ലോകത്തിലാണ് സുഭദ്രാഹരണം എന്ന് പറയുന്ന കഥ പറയുന്നത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഈ അർജുനൻ ഒരിക്കൽ അദ്ദേഹം സന്യാസി വേഷം ധരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് എത്തി. ഒരു തീർത്ഥയാത്ര നടക്കുന്ന സമയമാണെന്ന്. ഇപ്പം ഈ പാഞ്ചാലി ദേവിയെ 5 ഭർത്താക്കന്മാരായിട്ട് ഉള്ള ആ ഒരു വിവാഹം ഉണ്ടായ സമയത്ത് പല നിബന്ധനകളും ധർമാധിഷ്ഠാനത്തിനായിട്ട് കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ഇത്ര സമയമേ പാടുള്ളൂ, ഒരു വർഷക്കാലം എന്നൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ സമയത്ത് മറ്റു ഭർത്താക്കന്മാർക്ക് ഈ ദ്രൗപദിയുടെ ആ ഒരു ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ മുറിയിലേക്ക് ചെല്ലാൻ പാടില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അർജുനന് യുദ്ധസംബന്ധമായ കാരണം കൊണ്ട് അവിടെ ആ ധർമ്മം തെറ്റിക്കേണ്ടി വരികയാണ്. അങ്ങനെ ആയുധം എടുക്കാനോ എന്തിനോ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെല്ലേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയ സമയത്ത്
അങ്ങനെ തീർത്ഥയാത്ര ചെയ്യുന്ന സമയത്ത് സന്യാസി എന്നുള്ള ഭാവം, ഇവിടെ കപട സന്യാസി എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. കാരണം ദ്വാരകയിലേക്ക് ആ സന്യാസിയായിട്ട് എത്തുമ്പോഴും ആഗ്രഹം ശ്രീകൃഷ്ണ സഹോദരിയായിട്ടുള്ള സുഭദ്രയ്ക്കും അർജുനനെ വലിയ പ്രീതിയാണ്, അർജുനനും സുഭദ്രയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ആഗ്രഹിച്ച് ഇവിടെ എത്തണം. ബലഭദ്രസ്വാമിയാണ് അദ്ദേഹത്തിനെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ തേജസ്വിയായ ആ സന്യാസിയാണ്, മഹർഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സേവയ്ക്ക് സുഭദ്രയെ ഏൽപ്പിക്കുകയാണ്. അന്നേ പറയുകയാണ്, ഭഗവാൻ അവിടെ താക്കീത് കൊടുക്കുന്നുണ്ട്, വേണോ ഏട്ടാ ഇത് അപകടമാവുമെന്ന് അറിയില്ല കേട്ടോ, കാരണം പ്രായം നല്ല യുവാവായിട്ടുള്ള സന്യാസിയാണ് നമ്മുടെ സുഭദ്രയാണെങ്കിലും അതെ നല്ല സുന്ദരിയായ യുവതിയാണ്. അപ്പോൾ ദുര്യോധനനാണെങ്കിൽ, ബലഭദ്രരുടെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനനാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ള കുട്ടിയും കൂടിയാണ്. പക്ഷെ സുഭദ്രയ്ക്ക് അത് തീരെ തൃപ്തിയില്ല. കാരണം ദുര്യോധനൻ എത്ര വലിയ അധർമ്മിയാണെന്ന് സുഭദ്രയ്ക്ക് അറിയാം. ഭഗവാനും അതിനോട് വലിയ തൃപ്തിയൊന്നുമില്ല. പക്ഷെ ഏട്ടൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ അങ്ങോട്ട് എടുത്തുചാട്ടാണ്. അത്രയും പ്രീതി തോന്നി ശിഷ്യനോട്, എന്നാൽ പിന്നെ ആ അനിയത്തിയെ കൊടുക്കാം. അവിടെ ദുര്യോധനൻ ഒരു തൻ്റെ ആ രാജ്യത്തിൻ്റെ ബലം, ഹസ്തിനാപുരിയുടെ ആ ഒരു ബലം വർദ്ധിപ്പിക്കാൻ ദ്വാരകയുടെയും കൂടി സഹായം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് സുഭദ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സുഭദ്രയിൽ ഒരു പ്രീതി ഉണ്ടായിട്ടല്ല, ഇഷ്ടമുണ്ടായിട്ടോ കരുതലുണ്ടായിട്ടോ അല്ല. ഇവിടെ തൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബലരാമൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. തൻ്റെ ശിഷ്യവാത്സല്യം കൊണ്ട് ദുര്യോധനന് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. സുഭദ്രയ്ക്ക് ഇത് വിഷമാണ്. ഭഗവാനും അതേ അറിയാം, സുഭദ്രയുടെ മനസ്സിൽ അർജുനനാണെങ്കിൽ ധർമ്മിഷ്ഠനാണ്, വലിയ യോദ്ധാവാണ്. അർജുനന്റെ മനസ്സിലും സുഭദ്രയുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ അതാണ് നടത്തേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന്റെ കളി തന്നെയാണ്. എന്നാലും ഏട്ടനോട് അവിടെ താക്കീത് കൊടുക്കുന്നുണ്ട്, ഈ സന്യാസി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ അപകടമാവോ എന്നറിയില്ല. അപ്പോൾ ബലരാമൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. അങ്ങനെ ഭഗവാൻ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ ഒരു ദിവസം ഈ ഏട്ടനായിട്ടുള്ള ബലരാമന് വിവരം കിട്ടുകയാണ്, സുഭദ്ര അതാ ആ സന്യാസിയുടെ കൂടെ രഥത്തിൽ അങ്ങനെ പാഞ്ഞു പോവുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ദിശയിലേക്ക് എന്ന് പറയുകയാണ്. ആ ദിശയിൽ പോയോണ്ടിരിക്കുകയാണ് രഥത്തിൽ എന്ന് പറയുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് അർജുനനാണ് വന്നത്, അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് തൻ്റെ സഹോദരിയെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അവിടെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. കാരണം എങ്ങനെയാണ് യുദ്ധം ചെയ്യാതിരിക്കുക, തന്നെ ധിക്കരിച്ച് ദുര്യോധനനെ വിവാഹം തീരുമാനിച്ചിട്ടുള്ള കുട്ടിയെ അങ്ങനെ കൊണ്ടുപോയതാണ്. അങ്ങനെ ബലരാമൻ ദേഷ്യത്തോടു കൂടി അവിടെ യുദ്ധത്തിന് വരുമ്പോൾ ഭഗവാൻ വന്ന് ആശ്വസിപ്പിക്കുകയാണ്. എന്താപ്പം അങ്ങ് ചെയ്യണത്, ആരോട് അങ്ങ് യുദ്ധത്തിന് പോവുക, തേര് ഓടിക്കുന്നത് സുഭദ്രയാണെന്നാ. സത്യത്തിലപ്പോൾ അർജുനൻ സുഭദ്രയെ അല്ല, സുഭദ്ര അർജുനനെയാണ് അപഹരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഭാവത്തിൽ നിൽക്കണ. അപ്പോൾ ആരാണോ അപഹരിച്ച് അവരുടെ നേർക്കാണ് യുദ്ധത്തിന് പോകേണ്ടത്. സഹോദരിയോട് യുദ്ധത്തിന് പോവോ അങ്ങ് ഇല്ല. ഇനിയിപ്പോൾ പോയി തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ അവളുടെ പതി എന്നുള്ള ഭാവത്തിൽ നിൽക്കണ അർജുനൻ തടയാൻ വരും. അർജുനനെ അങ്ങ് വധിച്ചു തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹോദരി തന്നെ വിധവയാവും ചെയ്യും. അതാണോ അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ആകെ വിഷമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവിടെ വിവാഹത്തിന് തീരുമാനിച്ചിട്ടുള്ള മണ്ഡപത്തിൽ അർജുനനെയും സുഭദ്രയും കൂടി ഇരുത്തിയിട്ട് വിവാഹം നടത്തി കൊടുക്കുക. അങ്ങനെ അതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് സുഭദ്രാഹരണം എന്ന് പറയുന്ന പ്രകരണം വരുന്നത്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഭഗവാൻ ആ ഒരു ദിവസം അർജുനനോടുകൂടി അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ കഴിയുന്ന സമയത്ത് ഒരിക്കൽ അവർ രണ്ടുപേരും കൂടി നായാട്ടിന് പോയ സമയത്ത് വനത്തിൽ കണ്ടു എന്നാണ് ഒരു നദീതീരത്ത് അതിഗംഭീരമായിട്ട് തപസ് ചെയ്യണ ഒരു കന്യക. അപ്പോൾ ആരാണത് എന്ന് ചോദിച്ചറിയാൻ ആ അർജുനൻ ചെല്ലണ സമയത്ത് പറയണു, ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ്. എൻ്റെ ആഗ്രഹം മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടണം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഗംഭീരമായിട്ട് കഠോരമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു, അർജുനൻ സംശയിക്കേണ്ട, മഹാവിഷ്ണുവിൻ്റെ കൂടെ തന്നെ പോന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാനോട് വന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു കന്യക ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അവളിൽ പ്രസാദിച്ച് ഭഗവാൻ പത്നിയായി സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തേക്ക് കൊണ്ടുവരണു. അങ്ങനെയാണ് ഭഗവാന്റെ രണ്ടും മൂന്നും നമ്മൾ പറഞ്ഞു, ജാമ്പവതി ദേവിയും സത്യഭാമാദേവിയും. ഇവിടെ നാലാമത് പത്നിയായിട്ട് കാളിന്തിയെ അവിടെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം പിന്നെ പറയുന്നത് രണ്ടുപേരെ സത്യ എന്ന് പറയുന്ന കന്യകയെ അവിടെ മേൽപ്പത്തൂർ പറഞ്ഞ ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മിത്രവിന്ദ എന്ന് പറയുന്ന കന്യകയെ പിന്നെ സ്വീകരിക്കുന്നത്. മിത്രവിന്ദ, ഭദ്ര, ഇവർ രണ്ടുപേരും ഭഗവാന്റെ രണ്ട് അച്ഛൻ പെങ്ങന്മാരുടെ
പുത്രിമാരാണ്, രാജകുമാരിമാരാണ്. അവരിൽ ഒരാളെ രുക്മിണിയെ പോലെ, മിത്രവിന്ദയുടെ കഥ എന്താന്ന് വെച്ചാൽ രുക്മിണിയെ പോലെ സഹോദരന്മാരെ മറ്റേ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവിന് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ മിത്രവിന്ദയ്ക്ക് ആഗ്രഹം ആ ഭഗവാനെ കിട്ടണമെന്നാണ് പതിയായിട്ട്. അങ്ങനെ അതിനായിട്ട് വളരെയധികം പ്രാർത്ഥിച്ച് കീഴണ സമയത്ത് ഈ ഭ്രാതാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് ഭഗവാൻ രുക്മിണിയെ അപഹരിച്ച പോലെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് മിത്രവിന്ദയുടെ കഥ പറയുക. അവന്തി രാജാവിൻ്റെ പുത്രിയാണ് മിത്രവിന്ദ. അതേപോലെ മറ്റൊരു അച്ഛൻ പെങ്ങളായിരുന്നു കേകയ രാജ്യത്തെ ആ രാജ്ഞിയുടെ പുത്രിയായിട്ടുള്ള ഭദ്രയെ ഈ സഹോദരന്മാരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ, അവൾക്കും ആഗ്രഹം ഭഗവാനെ പതിയായി കിട്ടണം എന്നാണ്, അത് മനസ്സിലാക്കി ആ സഹോദരന്മാർ, മിത്രവിന്ദയുടെ സഹോദരന്മാരെ പോലെയല്ല, ഇവിടെ സന്തോഷത്തോടു കൂടി ഭഗവാന് കൊടുക്കുകയാണ്. ആ ഭദ്രയും അതേ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോൾ മിത്രവിന്ദ, ഭദ്ര ഇപ്പോൾ 5, 6 കേട്ടോ, രണ്ടുപേരും കൂടിയായി. ഇനി സത്യയുടെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ കോസല രാജാവിൻ്റെ പുത്രിയായിരുന്നു. ഇവിടെ ഗംഭീരമായിട്ട് ഒരു മത്സരം ഇതേപോലെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സരം എന്താന്ന് വെച്ചാൽ ഈ സത്യയുടെ പിതാവായിട്ടുള്ള നഗ്നജിത്ത്, അദ്ദേഹത്തിന് ഭഗവാന് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പുത്രിക്കും അതെ, അച്ഛനും അതെ, ആ ഭഗവാനായിക്കൊണ്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് വിവാഹം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഭഗവാന് മാത്രം ജയിക്കാൻ പാകത്തിന് ഒരു മത്സരം നടത്തുകയാണ്. 7 കാളകൾ, ആ കാളകളെ ക്രീഡാഭൂമിയിൽ വെച്ചിട്ട് അവരെ എല്ലാവരെയും ജയിച്ച് അവരെ ജയിച്ച ആ നാഥനായി നിൽക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ ഈ പുത്രിയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അനേകം പേര് വന്നു. അവരൊക്കെ ആ കാളയുടെ കുത്ത് ഏറ്റിട്ട് ചത്തു. അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അനേകം രാജാക്കന്മാർ അവിടെ പരാജയപ്പെടുന്നുണ്ട്, ചിലരെ മരിക്കുന്നുണ്ട്. എന്തായാലും അവർക്കൊന്നും സാധിക്കണില്ല. അവസാനം ഭഗവാൻ ഈ സത്യയുടെ ആ മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ എത്തണു. അങ്ങനെ ഭഗവാൻ ഈ രാജാവിൻ്റെ അതെ രാജകുമാരിയുടെ അതെ ആഗ്രഹം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇറങ്ങുകയാണ് ക്രീഡാഭൂമിയിലേക്ക്. 7 കാളകളെ നിലയ്ക്ക് നിർത്താനായി കൊണ്ട് 7 കൃഷ്ണന്മാരായിട്ട് അവിടെ രൂപം സ്വീകരിച്ച് അവരെ എല്ലാവരെയും ഭംഗിയായിട്ട് അവരുടെ നാഥനായി നിലകൊണ്ടുകൊണ്ട് അവിടെ ആ മത്സരം ജയിച്ച് അങ്ങനെ ആ സത്യ എന്നുള്ള കുമാരിയെ അതെ സ്വീകരിക്കുകയാണ് പത്നിയായിട്ട്, 7ാമത്തെ പത്നിയായി. ഇനി അവസാനമാണ് ലക്ഷ്മണ, മദ്രരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണ. ഈ ലക്ഷ്മണ വീണ്ടും അതെ ആ അർജുനൻ പാഞ്ചാലിയെ സ്വീകരിച്ച പോലെ ആ രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ധനുർ വിദ്യ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ്. പ്രതിബിംബത്തിൽ നോക്കിയിട്ട് ലക്ഷ്യം ഭേദിക്കണം, മത്സ്യത്തിൻ്റെ ആ നേത്രത്തിലേക്ക് ലക്ഷ്യം ഭേദിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു ഇവിടെ കർണൻ, അർജുനൻ മുതലായിട്ടുള്ള വില്ലാളി വീരന്മാർക്ക് പോലും പരാജയം സംഭവിച്ചു. കാരണം ആ ലക്ഷ്മണയും അതേ ഈ പറഞ്ഞ പോലെ തന്നെ ഭഗവാനെ പതിയായി കിട്ടണം എന്ന് ആഗ്രഹിച്ചവളാണ്. അപ്പോൾ ഭഗവാന് മാത്രമേ ആ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഭഗവാൻ ജയിച്ച സമയത്ത് അനേകം പേര് അവിടെ യുദ്ധത്തിന് വരുന്നുണ്ട്. അവരെയൊക്കെ തോൽപ്പിച്ചും കൊണ്ട് ഈ മദ്രകുമാരിയായിട്ടുള്ള ലക്ഷ്മണയും കൊണ്ടും അതെ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു. ഇങ്ങനെയാണ് 8 മഹിഷിമാരായി, അഷ്ടമഹിഷി ഉദ്വാഹം എന്നാണ് ഈ കഥേനെ പറയുക. അങ്ങനെ പ്രധാനമായിട്ടുള്ള 8 പേരെ, 8 കന്യകമാരെ ഇവിടെ പത്നിമാരായിട്ട് സ്വീകരിക്കുകയാണ് ഭഗവാൻ. ഈ സമയത്താണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പത്നിമാരോ കേട്ടിട്ടുണ്ട് നമ്മൾ 16,108 അങ്ങനെയാണ് പറയുക. അപ്പോൾ ആ 16,100 പേരെ പിന്നെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഈ ഒരു സന്ദർഭത്തിൽ ഇവരുടെ എല്ലാവരുടെയും നാഥനായിട്ട്, ഈ അഷ്ടലക്ഷ്മിമാരുടെയും നാഥനായിട്ട് ഭഗവാൻ വിളങ്ങണ സമയത്ത് അപ്പോഴാണ് ആ ഇന്ദ്രൻ ഭഗവാനെ അറിയിക്കുന്നത് ആ ഭൂമിയുടെ പുത്രനായിട്ടുള്ള, അതായത് നരകാസുരൻ വന്നിട്ട് ആ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ നരകാസുരൻ ആരാന്ന് ചോദിച്ചാൽ ഭഗവാന്റെ തന്നെ പുത്രനാണെന്നാണ് പറയുക. ഭൂമിയുടെ പുത്രൻ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഭൂമിദേവി ഭഗവത് പത്നിയാണ്. പണ്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ ഭഗവാന് ഭൂമിദേവിയിൽ, പത്നിയായിട്ടുള്ള ഭൂമിദേവിയിൽ ഉണ്ടായ പുത്രനാണ് നരകാസുരൻ. അപ്പോൾ ഭഗവാന് ഉണ്ടായ പുത്രൻ എങ്ങനെ ഒരു ദുഷ്ടനായി തീർന്നു, അസുരനായി തീർന്നു എന്നുള്ള ചോദ്യം ഒരു പക്ഷെ വരാം. അതിനുള്ള കാരണവും ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ അവിടെ ഉണ്ടാവണ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഗർഭാധാനം ഉണ്ടായ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ആ ക്രോധ സ്വരൂപത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഭൂമി ദേവിയാണെങ്കിൽ ഹിരണ്യാക്ഷൻ ആ തട്ടിക്കൊണ്ടുപോയ ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാൻ ആ യുദ്ധത്തിന് പോയ സമയത്ത് അപ്പോഴും ആ ഹിരണ്യാക്ഷൻ തന്നെ അപഹരിച്ച ആ ഒരു ഭാവത്തിൽ വളരെയധികം ഭയത്തോടു കൂടിയായിരുന്നു ഭൂമിദേവി നിലകൊണ്ടിരുന്നത്. ഭൂമിദേവി അമ്മ ഭയപ്പെട്ടിട്ടും അച്ഛൻ ഭഗവാൻ വരാഹമൂർത്തി ക്രോധത്തിലും നിൽക്കണ ആ ഒരു സന്ദർഭത്തിൽ ഗർഭാധാനം ഉണ്ടായത് കാരണമാണ് ആ കുട്ടി അസുരനായി വന്നത് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു ഭാവത്തിൻ്റെ പവിത്രതയ്ക്ക് എത്രത്തോളം മഹാത്മ്യമുണ്ടെന്ന് കാണിക്കുകയാണ്. എന്തായാലും ഭഗവാന്റെ പുത്രനായിട്ട് നരകാസുരൻ എന്നുള്ള ആ അസുരൻ ഉണ്ടായി എല്ലാവരെയും ഉപദ്രവിച്ചും കൊണ്ട് അങ്ങനെ വർത്തിച്ചു. അങ്ങനെ വർത്തിക്കുന്ന സമയത്ത് ആ സ്വർഗത്തിലുള്ള ഇന്ദ്രാദി ദേവന്മാർ അവരെ എല്ലാവരെയും സദാ ഉപദ്രവിക്കുകയാണ് പണി. ഇന്ദ്രന്റെ മാതാവായിട്ടുള്ള അതിഥി ദേവിയുടെ കുണ്ടലങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി, അനേകം കാര്യങ്ങൾ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി. ഇന്ദ്രന്റെ ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടുള്ള അനേകം വസ്തുക്കൾ അപഹരിച്ചു. പ്രധാനമായിട്ടും അതിഥി ദേവിയുടെ കുണ്ടലങ്ങൾ പറയുന്നു ഇവിടെ. അതേപോലെ ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് ഈ നരകാസുരന്. മാത്രമല്ല ഇവിടെ 16,100 കന്യകമാരെ ബന്ധനസ്ഥനാക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഭാവത്തിൽ അവരെയൊക്കെ ഉപദ്രവിച്ചും കൊണ്ട് അവരെ അങ്ങനെ ബന്ധനസ്ഥരാക്കിയിട്ട് മാനസികമായി അവരെ പീഡിപ്പിച്ചും കൊണ്ട് അങ്ങനെ കഴിയണ സമയത്ത് ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ദ്രൻ വന്ന് വിഷമം പറയുന്നത്. അപ്പോൾ പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. ഒന്ന് സ്മരിച്ചപ്പോഴേക്കും ആ വാഹനമായിട്ടുള്ള ഗരുഡൻ അവിടെ വന്നു. സത്യഭാമയുടെ കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്ന ആ നഗരി, ആ നരകാസുരൻ വർത്തിച്ചിരുന്ന രാജധാനി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ 7 തരം കോട്ടകളുണ്ട്. ആ കോട്ടകളെയൊക്കെ നശിപ്പിച്ച് അനേകം പറയുന്നുണ്ട്. വായു, അതേപോലെ അഗ്നി, ജലം, ശസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനേകം തരത്തിലുള്ള സംരക്ഷണങ്ങളാണ് ആ പുരത്തിനുള്ളത്. ജ്യോതിഷപുരം എന്ന് പറയുന്ന ഈ കൊട്ടാരത്തിനുള്ളത്. അതിനെയൊക്കെ ഭേദിച്ചിട്ടേ ശത്രുവിനകത്ത് കടക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് അകത്ത് ചെന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ പ്രധാന യോദ്ധാവായിട്ടുള്ള അല്ലെങ്കിൽ സൈന്യാധിപനായിട്ടുള്ള മുരാസുരൻ അങ്ങോട്ട് വന്നു എന്നാണ്. മുരാസുരന് 5 തലകളാണ്. അവിടെ ആ ജലത്തിൽ നിന്ന് എടുത്ത് ചാടി ഭഗവാന്റെ നേർക്ക് ആക്രമിക്കാൻ വന്നു. യുദ്ധത്തിന് വന്ന സമയത്ത് തൻ്റെ ചക്രായുധം സ്മരിച്ചു. ചക്രായുധം സ്മരിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ 5 ശിരസും അവിടെ ശിരച്ഛേദനം നടത്തിക്കൊണ്ട് ആ മുരാസുരനെ വധിച്ചു. ഈ ഭാഗമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണതിലും ശരിക്കും കൃഷ്ണാട്ടം കാണണം. ബാണയുദ്ധം എന്ന് പറയുന്ന ആ പ്രകരണം വരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ കൃഷ്ണാട്ടത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഗരുഡനെയും മുരാസുരനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ യുദ്ധമൊക്കെ ശരിക്കും ഒരു തവണയെങ്കിലും ഗുരുവായൂർ പോയി കാണേണ്ട ഒരു കഥ തന്നെയാണ് ആ ഭാഗം. എന്തായാലും അങ്ങനെ മുരാസുരനെ വധിച്ചു. അങ്ങനെ പിന്നെ നരകാസുരൻ യുദ്ധത്തിന് വരികയാണ്. ഈ നരകാസുരൻ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അഹങ്കാരം, തനിക്ക് മരണമില്ല, തനിക്ക് ആരെയും ഉപദ്രവിക്കാം, ആരെയും അതിക്രമിക്കാം, കാരണം തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു അഹന്ത ഈ നരകാസുരന് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരു വരണ്ട് എന്നാണ്. എൻ്റെ അച്ഛനെ മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കുള്ളൂ. പോരാ, അച്ഛനെ മാത്രമേ വധിക്കാൻ സാധിക്കുള്ളൂ, അമ്മയുടെ അനുവാദമുണ്ടെങ്കിലേ അച്ഛന് വധിക്കാൻ സാധിക്കുള്ളൂ. ഇത് രണ്ടും കൂടി ഒരിക്കലും സംഭവിക്കില്ല അല്ലെ? സാധാരണഗതിക്ക് അച്ഛൻ ഒരിക്കലും മക്കളെ വധിക്കില്ല, അമ്മ അനുവദിച്ചും കൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യില്ല. സാധാരണഗതിക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിച്ചും കൊണ്ടാണ് അഹങ്കരിച്ച് ഇദ്ദേഹം കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ആ 16,100 കന്യകമാരെ ഇങ്ങനെ തടങ്കലാക്കിയിട്ട് ബന്ധനസ്ഥരാക്കിയിട്ട് വിഷമിപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഈ ദുഷ്ടനെ ഇനി എന്താ വേണ്ടത് എന്ന് സത്യഭാമാദേവിയെ നോക്കി ചോദിച്ചു എന്നാണ്. അപ്പോൾ വളരെയധികം വിഷമം തോന്നി അമ്മയ്ക്ക്. സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണെന്ന് ആദ്യം പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് സത്യഭാമയുടെ കൂടെ ഈ യുദ്ധത്തിന് വന്നത്. കാരണം സത്യഭാമയുടെ അനുവാദത്തോടു കൂടിയേ കൃഷ്ണനായിട്ടുള്ള ആ വരാഹത്തിനെ വധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ സത്യഭാമയോട് ചോദിച്ചപ്പോൾ ആ കന്യകമാരുടെ വിഷമം കണ്ടപ്പോൾ, എത്ര ക്രൂരനാണ് തൻ്റെ പുത്രൻ എന്ന് കണ്ട സമയത്ത് പറഞ്ഞു, സംശയമൊന്നുമില്ല, ഇവനെ വധിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ അമ്മയുടെ അനുവാദത്തോടു കൂടി അച്ഛൻ വധിക്കുകയാണ്. അപ്പോൾ സ്വന്തം പുത്രനാണെങ്കിൽ പോലും ഇത്ര വലിയ ദുഷ്ടത്തരം അല്ലേ, ലോകത്തിന് ഉപദ്രവമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം മാതാപിതാക്കന്മാർ എന്ന് കാണിക്കുകയാണ്. എന്തായാലും അങ്ങനെ ആ സത്യഭാമയുടെ അനുവാദത്തോടു കൂടി ഭഗവാൻ ഈ നരകാസുരനെ ചക്രായുധം കൊണ്ട് വധിക്കുകയാണ്. അതിനുശേഷം ഈ കന്യകമാരെയൊക്കെ അവിടെ മോചിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഭൂമിദേവി വന്ന് സ്തുതിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, പുത്രനായിട്ടുള്ള ഈ ഭഗദത്തൻ എന്ന് പറയുന്ന നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഇദ്ദേഹത്തിന് രാജ്യം കൊടുക്കണു. പിന്നെ എങ്ങനെയാണ് വന്നത് അത് പറയാൻ വിട്ടുപോയി. നരകാസുരൻ യുദ്ധത്തിന് വന്നത് 64 നാൽക്കൊമ്പന്മാരോട് കൂടിയാണ് വന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന ആ നാൽക്കൊമ്പന്മാര് അതിൽ ഒരെണ്ണത്തിനെ ഈ പുത്രനായിട്ടുള്ള ഭഗദത്തന് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് കൊടുത്തു. ബാക്കിയുള്ള ഗജങ്ങളെയൊക്കെ ദ്വാരകയിലേക്ക് അയച്ചു. മാത്രമല്ല അവിടെ ആ കന്യകമാരുണ്ടായിരുന്നല്ലോ, ആ 16,100 പേര്, അവരെ ഇനി എന്താണ് ചെയ്യുക? കാരണം അവരെ ഇനി ഒരിക്കലും വേറൊരു ആൾക്കാരല്ലേ, വേറൊരു പുരുഷന്മാർ സ്വീകരിക്കില്ല. കാരണം ഈ നരകാസുരന്റെ തടങ്കല് കഴിഞ്ഞ ആ കന്യകമാരാണ്. അവർക്കാണെങ്കിൽ ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അവരെ എന്താണ് വേണ്ടത്, ഇനി എന്താണ് ഇവരെ രക്ഷിക്കാൻ, എന്താണ് ഇവർക്ക് ആശ്രയം കൊടുക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ള ഭാവത്തിൽ സത്യഭാമയോട് ചോദിച്ചു. അപ്പോൾ പത്നിമാരായി സ്വീകരിച്ചോളൂ എന്നല്ലാത്രേ പറഞ്ഞത്. സത്യഭാമ പറഞ്ഞത്, ഞാനും രുക്മിണിയും ഒക്കെ ദ്വാരകയിൽ എങ്ങനെയാണോ കഴിയണത് അങ്ങനെ ആ ഒരു പ്രൗഢിയോടുകൂടി, ഐശ്വര്യത്തോടു കൂടി, ആ സുരക്ഷിതത്വത്തോടു കൂടി, സൗഖ്യത്തോടു കൂടി ഇവരും കഴിയട്ടെ എന്നാണ് പറഞ്ഞത് അത്രേ. അങ്ങനെയാണ് ഇവരെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് 16,100 കൃഷ്ണന്മാരുടെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ വേളി കഴിച്ചു. എന്നിട്ട് ഈ നരകാസുരൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലങ്ങളും മറ്റുള്ള ആ സാധനങ്ങളും ഒക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ സ്വർഗത്തേക്ക് പോയപ്പോൾ ഇന്ദ്രനൊക്കെ വലിയ സന്തോഷമായി. ഭഗവാനെയും സത്യഭാമാദേവിയൊക്കെ നല്ലോണം സൽക്കരിച്ചു. ഇങ്ങനെ പോണ സമയത്ത് അവിടെ പാരിജാത മരം കണ്ടുന്ന. അപ്പോൾ അത് കണ്ട സമയത്ത് അതിൻ്റെ ഒരു കൊമ്പ് ദ്വാരകയ്ക്ക് കൊണ്ടുപോയാൽ എന്താന്ന് സത്യഭാമയ്ക്ക് തോന്നി. ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഒരു കൊമ്പ് എടുത്തും കൊണ്ട് ദ്വാരകയ്ക്ക് പോന്നു. ഇതറിഞ്ഞ ഇന്ദ്രന് വലിയ ക്രോധമായി, ഭഗവാനോട് യുദ്ധത്തിന് പോയി. നോക്കൂ, ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് നരകാസുരനെ വധിച്ചത്. ഇന്ദ്രന് ബുദ്ധിമുട്ടാവണുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, ഇന്ദ്രൻ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വന്ന് നരകാസുരനെ വധിച്ചത്. ഈ നരകന്റെ കഥ മാത്രമല്ല, എത്രയോ കഥകൾ ഭാഗവതത്തിലും നാരായണീയത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ദ്രൻ രക്ഷിക്കണേ എന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ രീതിയിൽ ഭഗവാൻ അവിടെ ആശ്രയം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇന്ദ്രന്റെ അഹങ്കാരം നോക്കൂ, ആ പാരിജാത വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്ദ്രൻ യുദ്ധത്തിന് വന്നു. യുദ്ധത്തിൽ ഭഗവാൻ ആ അഹങ്കാരം ശ്രമിപ്പിച്ച് തോൽപ്പിക്കുകയാണ്. അവസാനം തെറ്റ് മനസ്സിലാക്കി ആ ഗോവർദ്ധനോദ്ധാരണത്തിന്റെ കഥ പോലെ ഭഗവാനെ നമസ്കരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെ രക്ഷിച്ചിട്ടുള്ള ആ ഭഗവാന്റെ നേരെ തന്നെയാണ് വീണ്ടും പോയത് എന്നർത്ഥം. അഹങ്കാരം വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ബുദ്ധി തെറ്റാണ്, എന്താണ് ചെയ്യണതെന്ന് മനസ്സിലാവണില്ല. എന്തായാലും ഈ പാരിജാതം ആ സത്യഭാമയുടെ കൊട്ടാരത്തിന്റെ ആ മുറ്റത്ത് തന്നെയാണ് നട്ടത് എന്നും പറയുകയാണ്. അതിൻ്റെയും കഥ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ്, സത്യഭാമാദേവിക്ക് അഹങ്കാരം വന്നു എന്നാണ്. ആർക്കും അതെ, ഭഗവാന് പ്രിയപ്പെട്ടവർക്കൊന്നും അഹന്ത വരണത് ഭഗവാന് സഹിക്കാൻ പറ്റില്ല. അപ്പം അതിനായിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ നരകാസുരനെ വധിക്കാനും അതേപോലെ അനേകം സന്ദർഭത്തിലും തന്നെയാണ് ഭഗവാൻ കൂടെ കൂട്ടിയത്. തന്നോടാണ് പ്രീതി കൂടുതൽ എന്നുള്ള ഭാവത്തിൽ സത്യഭാമ ഒരു അഹങ്കാരം സത്യഭാമയ്ക്ക് വന്ന സമയത്ത് അവിടെ തന്നെ ആ പാരിജാത വൃക്ഷം നട്ടു. സത്യഭാമയുടെ കൊട്ടാരത്തിന്റെ മുറ്റത്താണ് നട്ടത് എന്നുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള രുക്മിണിയുടെ കൊട്ടാരത്തേക്കാണ് പുഷ്പങ്ങളൊക്കെ ചെന്ന് വീഴുക എന്നാണ്. അപ്പോൾ ആ പുഷ്പങ്ങൾ എടുത്തിട്ട് രുക്മിണി ദേവി ഭഗവാനെ അവിടെ അർച്ചിക്കാനും മാല്യം ഉണ്ടാക്കാനും ഒക്കെ കൊണ്ടുപോകുന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്തും അത് എന്തെന്ന് ചിന്തിച്ച സമയത്താണ് തനിക്ക് ഈ അഹന്ത വന്നത് കാരണമാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കേളി ആടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അഹങ്കാരം അവിടെ ശമിപ്പിച്ചു. എന്തായാലും ഇങ്ങനെ അനേകം ലക്ഷ്മിമാരോടുകൂടി ഭഗവാൻ ആ ദ്വാരകയിൽ വർത്തിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട്, എല്ലാവരിലും പ്രസാദിച്ചും കൊണ്ട്, എല്ലാവർക്കും തുല്യഭാവത്തിൽ പത്നി എന്നുള്ള ആ ഒരു സ്ഥാനം കൊടുത്തും കൊണ്ട്, സംരക്ഷണം കൊടുത്തും കൊണ്ട്, സൗഖ്യം കൊടുത്തും കൊണ്ട് ഭഗവാൻ അങ്ങനെ വാണു. അവരിലെല്ലാവരിലും ഭഗവാന് 50 പുത്രന്മാരും ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദ്വാരകയിൽ വർത്തിച്ച ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങൾ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു ദശകം സമർപ്പിക്കുന്നത്. അനേകം കഥകളുള്ള ഒരു ദശകമാണ്. അധികം വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. ഭാഗവതത്തിൽ തന്നെ അധികം വിസ്തരിക്കാണ്ടാണ് പോവുക. എന്നാലും ഇതിന് പിന്നിൽ കുറേ തത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഒരു സന്ദർഭത്തിൽ ഓരോ കഥയായിട്ട് എടുത്ത് പറയാൻ സാധിച്ചാൽ അപ്പോൾ നമുക്ക് വിസ്തരിച്ച് പറയാം. എന്തായാലും ഈ ദശകോതെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സ്നിഗ്ധാം മുഗ്ധാം സതതമപിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂ ഭദ്രാം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം त्वद्वाजातामहृतकुहनामस्करी शक्रसूनु तत्र क्रुद्धं बलमनुनयन् प्रत्यगास्तेन सार्धं शक्रप्रस्थं प्रियसखमुदे सत्यभामा सहाय तत्र क्रीडन्नपि च यमुनाकूलदृष्टां गृहीत्वा तां काळिन्दीं नगरमगम खाण्डव प्रीणिताग्नि भ्रातृत्रस्तां प्रणयविवशां देव पैतृष्वसेयीं राज्ञां मध्ये सपदि जहृषे मित्रविन्दाम् अवन्दीं
सत्यां गत्वा पुनरुदवहो नग्नचिन्नन्दनां तां बद्ध्वा सप्तापि च वृषवरान् सप्तमूर्तिर्निमेषात् भद्रां नाम प्रददुरथते देव सन्दर्दनाद्या तत्सोदर्या वरद भवता सापि पैतृष्वसेयी पार्थाद्यैरप्यकृतलवनं तोयमात्रादिलक्ष्यं लक्षं छित्त्वा शफरमवृथा लक्ष्मणां मद्रकन्याम् अष्टावेवं तव समुभवन् वल्लभास्तत्र मध्ये शुश्रोधत्वं सुरपतिगिरा भौमदुश्चेष्टितानि स्मृतायादं पक्षिप्रवरमधिरूढस्त्वमगमो वहन्नङ्गे भामामुपवनमिवारातिभवनं विभिन्दन् दुर्गाणि त्रुडितपृथनाशोणितरसै पुरं तावत् प्राग्ज्योतिषमकुरुथा शोणितपुरं मुरस्त्वां पञ्चास्यो जलधिवनमध्यादुदपदत् स चक्रे चक्रेण प्रदलितशिरामंशु भवता चतुर्दन्तैर्दन्तावळपतिभिरिन्धानसमरं रथाङ्गेन छित्त्वा नगरमगरोस्तीर्णनरकं स्तुतो भूम्यायासौ सपदि भगदत्यस्य तनये गजं चैकं दत्त्वा प्रजिघैथनागान्नि च पुरीं खलेनाबद्धानां स्वगतमनसां षोडश पुनः सहस्राणि स्त्रीणाम् अपि च धनराशिं च विपुलम् भौमापाहृतकुण्डलं तददितेर्दातुं प्रयातो दिवं शक्राद्यैर्महितः समं दयितयाद्युस्त्रीषु दत्तह्रिया हृत्वा कल्पतरुं वृषाभिपतितं जित्वेन्द्रमभ्यागम तत्तु श्रीमददोष ईदृश इति व्याख्यातुमेवाकृथा कल्पद्रुं सत्यभामा भवनभुवि सृजन् व्यष्टसाहस्रयोषा स्वीकृत्य प्रत्यगारं विहितबहुवपुर्लाळयन् केलिभेदै आश्चर्यान्नारदालोकितविविधगति तत्र तत्रापि गेहे भूयः सर्वासु कुर्वन् दश दश तनयान् पाहि वातालयेशा. ഗുരുവായൂരപ്പ ശരണം.